ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് UPSC സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. അടുത്തൊരു വാർത്ത, മണിപ്പൂരിലെ സിറ്റുവേഷൻ വളരെ മോശമാണെന്ന് നമുക്കറിയാം. അവിടെ ആർട്ടിക്കിൾ 356 പ്രകാരം പ്രസിഡന്റ് റൂൾ ഇമ്പോസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഓതർ ഇവിടെ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു പ്രസിഡന്റ് റൂളുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻ. അപ്പോൾ ഈ ഒരു മണിപ്പൂരിൽ എന്താണ് അത് ഇംപ്ലിമെന്റ് ചെയ്യാത്തത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ 356 എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഫെയിലിയർ ആവുകയാണെങ്കിൽ അവിടുത്തെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ചുമതലയേറ്റ ഗവൺമെന്റിനെ അവിടുത്തെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവിടുത്തെ വയലൻസിനെ അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അവിടുത്തെ ഗവൺമെന്റ് മെഷീനറി ഫെയിലിയർ ആവുകയാണെങ്കിൽ അവിടുത്തെ കൺട്രോൾ സെൻട്രൽ ഗവൺമെന്റ് ഏറ്റെടുക്കുകയും സമാധാനത്തെ കൊണ്ടുവരികയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ 356 നൽകിയിട്ടുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ 356നെ കോമൺ ആയിട്ട് സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ പ്രസിഡന്റ് റൂൾ എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്. അതായത് ഇന്ത്യൻ പ്രസിഡന്റിനെ സംസ്ഥാനങ്ങളിലെ അവിടുത്തെ ഗവൺമെന്റിനെ ഡിസ്മിസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവിടുത്തെ അധികാരം ഏറ്റെടുത്ത് പ്രവർത്തിക്കാനുള്ള കഴിവ് പവർ നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 356 എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ അവിടെ വളരെ സിവിയർ ആയിട്ടുള്ള ലോ ആൻഡ് ഓർഡർ ബ്രേക്ക് ഡൗൺ ആണുള്ളത്. അവിടുത്തെ ഗവൺമെന്റിന് വിഷയത്തെ അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വളരെ സിമിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഡിസ്കഷൻ ഇത്തരത്തിലൊരു സാഹചര്യത്തെയാണ് അന്ന് ചിത്രീകരിച്ചിരുന്ന ആർട്ടിക്കിൾ 356 ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാക്ട്ലി മണിപ്പൂരിൽ അത്തരം ഒരു സാഹചര്യമാണെന്നുള്ളതാണ്. വളരെ ഇന്റൻസ് ആയിട്ടുള്ള വളരെ സിവിയർ ആയിട്ടുള്ള വയലൻസ് ആണ് വിവിധ എത്നിക് ഗ്രൂപ്പുകൾ തമ്മിൽ നടക്കുന്നത്. ഒരുപാട് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, കഴിഞ്ഞ ദിവസം സ്ത്രീകളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് അതിനുശേഷം നദികളിൽ ബോഡീസ് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്, കില്ലിങ്സ് ഉണ്ട്, റേപ്സ് ഉണ്ട്, പ്രോപ്പർട്ടീസ് ഡിസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അതായത് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട്, അതായത് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അവിടുത്തെ ഗവൺമെന്റിന് പറ്റുന്നില്ല, അവിടുത്തെ പോലീസിന് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഇടപെടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈവൻ ആ ഒരു സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാൻ സെൻട്രൽ ഗവൺമെന്റിനും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഓതർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇത്തരം വിഷയങ്ങളിൽ സുപ്രീം കോടതിക്ക് ഇടപെടാൻ പറ്റും, പക്ഷേ സുപ്രീം കോടതിയുടെ ഇന്റർവെൻഷനും വളരെ ഇൻഎഫക്റ്റീവും സ്ലോയുമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയുടെ ഓർഡറുകൾ ഇതുവരെ അഡീക്വേറ്റ്ലി ഇംപ്ലിമെന്റ് ചെയ്യാത്ത ഒരു സാഹചര്യമാണെന്നും ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസിഡൻഷ്യൽ ഇന്റർവെൻഷൻ, ഭരണഘടനാപരമായിട്ടുള്ള പ്രസിഡന്റ് റൂൾ ഇമ്പോസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൻട്രൽ അതോറിറ്റി വന്ന് അവിടെ സമാധാനവും സെക്യൂരിറ്റിയും ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും എല്ലാ വിഭാഗം സിറ്റിസൻസിൻ്റെയും അവകാശങ്ങൾ അവരുടെ റിഗാർഡ്ലെസ് ഓഫ് ദെയർ എത്നിസിറ്റി സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നാണ് ഓതർ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ നൽകണം, നിലവിലുള്ള വയലൻസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് വെച്ചാൽ പ്രസിഡന്റ് റൂൾ ആർട്ടിക്കിൾ 356 പ്രകാരമുള്ള പ്രസിഡന്റ് റൂൾ ഇമ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്രൈസിസ് സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവണം എന്നാണ്. കാരണം മണിപ്പൂരിലെ ജനങ്ങളുടെ അവകാശങ്ങളെയും ജീവനെയും സ്വത്തിനെയും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും സെൻട്രൽ ഗവൺമെന്റിന്റെ ശക്തമായിട്ടുള്ള ഇടപെടലാണ് ഓതർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തൊരു വാർത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള എക്സിനെ സംബന്ധിച്ചാണ്. എക്സിന്റെ മുന്നത്തെ പേരാണ് ട്വിറ്റർ. ആ ട്വിറ്ററിനെ ഇലോൺ മസ്ക് അക്വയർ ചെയ്യുകയും, ഇലോൺ മസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്ലയുടെ CEO ആണ്. ടെസ്ല, സ്പേസ് എക്സ് തുടങ്ങിയിട്ടുള്ള കമ്പനികളുടെ CEO ആണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ, ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ പുതിയ അമേരിക്കൻ പ്രസിഡന്റ് കീഴിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൊരു ഭാഗമായിട്ട് മാറിയിട്ടുള്ളത് ഈ ഒരു എലോൺ മസ്ക് ആണ്. ഈ ഒരു വിഷയം മനസ്സിലായി കഴിഞ്ഞാൽ, അതായത് ഡൊണാൾഡ് ട്രംപിന്റെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഫിഷ്യൻസിയിൽ എലോൺ മസ്ക് മെമ്പർ ആണ്. അമേരിക്കയിൽ ഇലക്ഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഈ ട്വിറ്ററിനെ അല്ലെങ്കിൽ ഈ ഒരു എക്സിനെ അമേരിക്കയിൽ ഡെമോക്രാറ്റിക് പ്രോസസ്സിന് വിരുദ്ധമായിട്ട് ഉപയോഗിച്ചിട്ടോ എന്നുള്ളതാണ് ഓതർ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ എങ്ങനെയാണ് മിസ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.